Hello, my dears. Welcome back to my YouTube channel. Virtual hugs to all of you. Thank you for choosing to watch this video. So, എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ കുറച്ച് പേര് സ്കിൻ കെയറിന്റെ പ്രോഡക്ട്സ്, മേക്കപ്പിന് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്, ഹെയറിന് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഇങ്ങനെയൊക്കെ ഓരോ വീഡിയോസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ടുഡേ ഐ തോട്ട് I will show you, I will share with you like what all I use for my skin. സ്കിൻ കെയർ പ്രോഡക്ട്സ് ഞാൻ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ദിസ് ഇസ് നെവർ ദ സെയിം, ദിസ് കീപ്സ് ചേഞ്ചിങ്. കാരണം എന്താ പറയുക, ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഐ തിങ്ക് ഒരു 3-4 years ആവത്തുള്ളൂ ഞാൻ സ്കിൻ കെയർ ഒക്കെ തുടങ്ങിയിട്ട് തന്നെ. സോ അപ്പോൾ തൊട്ട് അത് ഞാൻ പറഞ്ഞ ഫിറ്റ്യൂബർ എന്ന് പറഞ്ഞ ചാനലും ഷീമ മെഡിക്കെയർ എന്ന് പറഞ്ഞ ഈ 2 ചാനലും കണ്ടിട്ടാണ് ഓർഗാനിക് പ്രോഡക്ട്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതും അങ്ങനത്തെ പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. നമുക്കിപ്പം ഒരേ പ്രോഡക്റ്റ് നമ്മൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിന് അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ മേ ബി വർഷങ്ങളോളം നമ്മൾ അത് തന്നെ ഫോളോ ചെയ്യുന്നവരുണ്ടാകും. പക്ഷെ നമുക്ക് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് തന്നെ ബോറടി തോന്നില്ല സെയിം കൈൻഡ് ഓഫ് ഇത് യൂസ് ചെയ്യുമ്പോൾ. ഇപ്പം നോർമലി പല യൂട്യൂബേഴ്സിന്റെ വീഡിയോ ഞാൻ കാണുമ്പോൾ അവർക്ക് ഒരു സെറ്റ് ഓഫ് ഇത് കാണും. അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫേസ് ക്രീം അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ, അത് തന്നെ അവർ ചിലപ്പോൾ 3, 4, 5 ബ്രാൻഡ് കാണും. സോ അവർ മാറി യൂസ് ചെയ്യും. ഇന്ന് യൂസ് ചെയ്യുന്നത് ഒരു ബ്രാൻഡിന്റെ ആണെങ്കിൽ നാളെ ചിലപ്പോൾ വേറൊരു ബ്രാൻഡിന്റെ ആയിരിക്കും യൂസ് ചെയ്യും. സോ ദേ നെവർ ഗെറ്റ് ബോർഡ്. അല്ലെങ്കിൽ അവർക്ക് പല പ്രോഡക്ട്സ് ടെസ്റ്റ് ഔട്ട് ആൻഡ് എന്താ പറയുക, അവർക്ക് വർക്ക് ആവുന്നത് അവർ കീപ്പ് ചെയ്യും. അങ്ങനെയൊക്കെ കുറേ പേർക്ക് PR പാക്കേജിൽ വരുന്നതായിരിക്കും. നമുക്ക് അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് മേടിച്ചേ പറ്റത്തുള്ളൂ, ആസ് യു ഓൾ നോ. കാരണം ഞാൻ ഇപ്പോൾ ലെവലിലോട്ടൊന്നും എത്തിയിട്ടില്ല. ആൻഡ് അങ്ങനെയാണെങ്കിലും ഐ വിൽ ഡെഫിനറ്റ്ലി ഷെയർ ദാറ്റ് വിത്ത് യു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മിനിമലായിട്ട് ബേസിക് സാധനങ്ങൾ മേടിക്കുന്നത് ഇഷ്ടവും ഉള്ളൂ. സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് നമ്മൾ സ്പെൻഡ് ചെയ്യരുത്. നമുക്കിപ്പം ഒരു 10 മോയ്സ്ചറൈസർ വേണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നല്ല, അത് അവരുടെ ഇത്. എനിക്ക് ബേസിക് ആയിട്ട് എന്തൊക്കെ വേണം അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. സോ അതും ഞാൻ കുറേ വീഡിയോസ് ഒക്കെ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷമാണ് അങ്ങനെ പോയത് കേട്ടോ. സോ എനിക്ക് ബേസിക്കലി ഒരു മോയ്സ്ചറൈസർ ഉണ്ട്, ഒരു സെറം ഞാൻ യൂസ് ചെയ്യാറുണ്ട്, ഒരു ടോണർ ആൻഡ് സൺസ്ക്രീൻ. ഇത്ര തന്നെയാണ് സ്കിൻ കെയർ എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്ന സാധനം. ആൻഡ് ഓഫ് കോഴ്സ് യെസ്, ഫേസ് വാഷ്. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ അതുപോലത്തെ ലൈക്ക് ഇപ്പോൾ ഫേസ് ക്രീം നേരത്തെ പറഞ്ഞ 2-3 എണ്ണം ഞാൻ യൂസ് ചെയ്യാറില്ല. ഒറ്റ മോയ്സ്ചറൈസർ എനിക്ക് ഉണ്ടാവത്തുള്ളൂ. അത് യൂസ് ചെയ്ത് തീരുമ്പോൾ അല്ലെങ്കിൽ തീരാറാവുന്ന ടൈം ആകുമ്പോൾ ഐ വിൽ ഗോ ഫോർ ഓർഡറിങ് നെക്സ്റ്റ് വൺ. അപ്പോൾ അത് ഞാൻ ചിലപ്പോൾ സെയിം ബ്രാൻഡ് ഞാൻ ഓർഡർ ചെയ്യത്തില്ല, ബിക്കോസ് അതിപ്പോൾ കുറേ മാസം ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പം എനിക്ക് pretty much റീസെന്റ് ഒരു പ്രോഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും 2-3 months അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ലാസ്റ്റ് ചെയ്യും, ഉറപ്പായിട്ടും ലാസ്റ്റ് ചെയ്യും. അത് മേക്കപ്പ് ആണെങ്കിലും ഉറപ്പായിട്ടും അതിൽ കൂടുതൽ ലാസ്റ്റ് ചെയ്യും. സ്കിൻ കെയർ ആണെങ്കിലും കുറെ നാളൊക്കെ. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാൻ മാമാഅർത്തിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് തീർന്നതിന് ശേഷം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫിറ്റ്യൂബറിന്റെ ഷീബറിന്റെ ഒക്കെ വീഡിയോസ് കാണുന്നു. അവരുടെ വീഡിയോസ് കണ്ടിട്ട് അതിൽ അവർ സജസ്റ്റ് ചെയ്യുന്ന കുറെ ഓർഗാനിക് ബ്രാൻഡ്സ് കാണും. ചിലത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും, ചിലത് നമുക്ക് കുഴപ്പമില്ലാത്തതായിരിക്കും. സോ അങ്ങനെ നോക്കിയിട്ട് അതിൽ നമുക്ക് ഓക്കെ ആയിട്ട് തോന്നുന്ന മാമാഅർത്തിന്റെ യൂസ് ചെയ്തു. അപ്പൊ ഇനി വേറൊരു ബ്രാൻഡ് ട്രൈ ചെയ്യാമെന്ന് തോന്നും. അപ്പോൾ വേറൊരു ഓർഗാനിക് ബ്രാൻഡിന്റെ ആയിരിക്കും നോക്കുന്നത്. സോ ഒരിക്കൽ ഞാൻ മാമാഅർത്തിന്റെയാണ് യൂസ് ചെയ്തതെങ്കിൽ അത് തീർന്നിട്ട് അടുത്ത പ്രോഡക്റ്റ് ലൈക്ക് അതിന്റെ മോയ്സ്ചറൈസർ തീർന്നിട്ട് അടുത്ത മോയ്സ്ചറൈസർ എനിക്ക് മേടിക്കണം എന്നുള്ളപ്പോഴത്തേക്കും ചിലപ്പോൾ ഞാൻ അടുത്ത നോക്കുമ്പോൾ ജസ്റ്റ് ഹെർബ്സിന്റെ കൊള്ളാമെന്ന് കണ്ട ജസ്റ്റ് ഹെർബ്സിന് മേടിക്കും. അങ്ങനെ. അപ്പം ഇത് കറന്റ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ് കാണിക്കുന്നത്. ഇത് തീരുന്നത് വരെ ഇത് തന്നെയായിരിക്കും. അതിന്റെ ഇടയിൽ ഞാൻ വേറെ ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. ലൈക്ക് അറ്റ് എ ടൈം ഒരേ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരേ എന്താ പറയുക കാറ്റഗറിയിൽ വരുന്ന പ്രോഡക്റ്റ് ലൈക്ക് മോയ്സ്ചറൈസർ അല്ലെങ്കിൽ സൺസ്ക്രീൻ, 2-3 സൺസ്ക്രീൻ അങ്ങനെയൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഒരെണ്ണമെങ്കിൽ ആ ഒരെണ്ണം യൂസ് ചെയ്യാറുള്ളൂ. സോ യെസ്, അപ്പം നമുക്ക് ഒരുപാട് വൈകിക്കാതെ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സോ ഫ്രം ദി ബിഗിനിങ് അല്ലെങ്കിൽ ഫ്രം ദി ബേസിക്, ഫസ്റ്റ് നമ്മുടെ സ്കിൻ കെയർ റൊട്ടീനിൽ ചെയ്യുന്നത് ഫേസ് വാഷ് ആണ്. സോ ഞാൻ ഇന്ന് ഒരു പ്രോഡക്റ്റിന്റെ ഡെമോ ഒന്നും കാണിക്കുന്നില്ല, അത് നമുക്ക് പിന്നീട് ഈ പറഞ്ഞ സ്കിൻ കെയർ റൊട്ടീൻ പോലത്തെ വീഡിയോ ചെയ്യുവാണെങ്കിൽ അതിൽ നോക്കാം. സോ ഇന്ന് ഐ എം ജസ്റ്റ് ഷോയിങ് യു ദി പ്രോഡക്ട്സ്, ഷെയറിംഗ് ദി പ്രോഡക്ട്സ് ആൻഡ് ഡീറ്റെയിൽസ്. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ കറന്റ് യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് എന്ന് പറയുന്നത് ദിസ് ഫസ്റ്റ് തിങ് ഫേസ് വാഷ് ആണ്. ആൻഡ് നൗ ഐ എം യൂസിങ് അരോമ മാജിക്കിന്റെ ടീ ട്രീ ആൻഡ് നീമിന്റെ ഫേസ് വാഷ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഓർഡർ ചെയ്യാൻ കാരണം തൊട്ട് മുന്നേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബ്രാൻഡ് കാദി നാച്ചുറൽസിന്റെ ആയിരുന്നു. എൻ്റെ തിങ്ക് പപ്പായ ഫേസ് വാഷ് ആയിരുന്നു. നല്ല ഫ്രേഗ്രൻസ്, നല്ല ഫേസ് വാഷ് ആയിരുന്നു കേട്ടോ. സോ അത് തീർന്നു. അപ്പോൾ വീണ്ടും അതേ ബ്രാൻഡ് യൂസ് ചെയ്യേണ്ട എന്ന് എനിക്ക് ഉള്ളതുകൊണ്ട് വേറെ ബ്രാൻഡ് ട്രൈ ചെയ്യണം എന്നുള്ളതുകൊണ്ട് നോക്കി വന്നപ്പോഴത്തേക്കും എനിക്കൊരു അഫോർഡബിൾ റേഞ്ചിൽ തപ്പി വന്നപ്പോഴത്തേക്കും ഈ ഫേസ് വാഷ് ആയിരുന്നു കിട്ടിയത്. ആൻഡ് ഓൾസോ ഞാൻ ഈ പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ആക്നെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നീം ആൻഡ് ടീ ട്രീ അതിന് ബെസ്റ്റ് ആണല്ലോ. സോ അങ്ങനെ കണ്ടപ്പോഴത്തേക്കും മേടിച്ചതാണ് കേട്ടോ. ആൻഡ് ദിസ് ഇസ് ഓൾസോ 100% ഓർഗാനിക് പ്രോഡക്റ്റ്. സോ അങ്ങനെയാണ് ഈ ഫേസ് വാഷ് മേടിക്കുന്നത്. സോ ഇതിന്റെ MRP വന്നിട്ട് 180 rupees ആണ്. ഞാൻ ഇത് ഫ്ലിപ്കാർട്ടിലാണ് ഓർഡർ ചെയ്തത്. ആൻഡ് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി വാസ് 2. അപ്പോൾ ഞാൻ 2 എണ്ണം ആയിട്ടാണ് ഓർഡർ ചെയ്തത്. ആൻഡ് ഐ തിങ്ക് 2 എണ്ണം എനിക്ക് 280 സംതിങ്ങോ അങ്ങനത്തെ റേഞ്ചിലാണ് കിട്ടിയത്. ഞാനിത് ഒരു തവണ യൂസ് ചെയ്യുള്ളൂ, കാരണം ഇപ്പൊ വളരെ റീസെന്റ് ആയിട്ട് ഞാൻ ഓർഡർ ചെയ്ത് വന്ന പ്രോഡക്റ്റ് ആണ്. സോ ഒരു തവണ യൂസ് ചെയ്തുള്ളൂ.
ഇത് വളരെ ഒരു ലൈറ്റ് ഗ്രീൻ കളറിലാണ് ഇതിന്റെ കളർ വരുന്നത്. നോർമൽ ഭയങ്കര തിക്കും അല്ല ഭയങ്കര വാട്ടറി അല്ലാത്തൊരു കൈൻഡ് ഓഫ് കൺസിസ്റ്റൻസിയാണ് നോർമൽ ഫേസ് വാഷ്. ആൻഡ് ഒരു നീവിന്റെയും ടീ ട്രീയുടെയും ഒരു മൈൽഡ് സ്മെല്ലാണ്, സ്ട്രോങ് സ്മെല്ലല്ല ബട്ട് മൈൽഡ് സ്മെല്ലാണ്. ഭയങ്കര നല്ല സ്മെല്ലാണോ ചോദിച്ചാൽ അങ്ങനെ ഭയങ്കര നല്ല സ്മെല്ലാണ്. കാരണം നീവിന്റെയും ടീ ട്രീയുടെയും ഒരു അറിയാലോ നിങ്ങൾക്ക് ഒരു മെഡിസിനൽ കൈൻഡ് ഓഫ് ഒരു സ്മെല്ലാണ്. സോ അങ്ങനത്തെ ഒരു സ്മെല്ലാണ്. ബട്ട് അത് ഭയങ്കര നമുക്ക് അരോചകമായി തോന്നുന്ന അങ്ങനത്തെ ഒന്നും അല്ല. ഇറ്റ്സ് പ്രിറ്റി മച്ച് ഡീസെന്റ് ഓയിൽ. ഇറ്റ്സ് ഗുഡ് ഫേസ് വാഷ്. കാരണം കുറെ പ്രാവശ്യം യൂസ് ചെയ്തിട്ട് എനിക്ക് ഇതിനൊക്കെ മാറ്റം വരുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അല്ലെങ്കിൽ കുറെ പ്രാവശ്യം യൂസ് ചെയ്താലേ അറിയത്തുള്ളൂ. ആൻഡ് കുറെ പ്രാവശ്യം യൂസ് ചെയ്താലും എനിക്ക് ഇതിന്റെ കാരണം കൊണ്ട് തന്നെയാണോ അത് മാറുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ വേറൊരു എസെൻഷ്യൽ ഓയിൽ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അത് ഐ വിൽ ഷോ യു. സോ അപ്പം അതുകൊണ്ടും മാക്സിമം എനിക്ക് ചേഞ്ചസ് വരാം. സോ യെസ്, അപ്പൊ അതാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ്. ഇത് തീരുമ്പോഴത്തേക്കും എനിക്ക് ഇതിനു മുമ്പ് ഞാൻ പറയല്ലോ കാർഡി നാച്ചുറൽ ആയിരുന്നു. അതിനു മുമ്പ് ഞാൻ യൂസ് ചെയ്തത് കോസ് IQ എന്ന് പറയുന്ന ബ്രാൻഡായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ ഓരോന്ന് തീരുമ്പോൾ ഓരോ ഓർഗാനിക് ബ്രാൻഡ്സ് ഓരോന്നോരോന്ന് ട്രൈ ഔട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതായിരുന്നു ഫേസ് വാഷ്. നൗ കമ്മിങ് ടു ഫേസ് ക്രീം അല്ലെങ്കിൽ മോയ്സ്ചറൈസർ. അപ്പോൾ മോയ്സ്ചറൈസറിന് ഞാൻ യൂസ് ചെയ്യുന്നത് മാമ എർത്തിന്റെ ബൈ ബൈ ബ്ലെമിഷസ് എന്ന് പറയുന്ന മോയ്സ്ചറൈസർ ആണ്. ഇത് അവര് ഫേസ് ക്രീം ആയിട്ടാണ് ഇതിൽ പറയുന്നത്. ബട്ട് ദിസ് ഇസ് എ ഗുഡ് മോയ്സ്ചറൈസർ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് വിറ്റമിൻ C ആൻഡ് മൾബറി എക്സ്ട്രാക്ട് വിച്ച് ഇസ് വെരി വെരി ഗുഡ് ഫോർ സ്കിൻ. സോ ഇതിൽ മെയിൻലി അവർ പറയുന്നത് പേരിൽ തന്നെ ബൈ ബൈ ബ്ലെമിഷസ് എന്ന് പറയുന്നുണ്ട്. ഫോർ അൺഈവൻ സ്കിൻ ടോൺ എന്നും പറയുന്നുണ്ട്. സോ ഞാൻ ഈ പറഞ്ഞ ഒരുപാട് പിമ്പിൾസ് വരുന്നത് കൊണ്ടും ഫേസിൽ ഒത്തിരി എന്താ പറയുക പിഗ്മെന്റേഷനും അൺഈവൻ ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത് ഞാൻ ഫിറ്റ്യൂബറിന്റെ വീഡിയോയിൽ കണ്ടതാണ്. ഫിറ്റ്യൂബർ സജസ്റ്റ് ചെയ്ത് അതിലുള്ളതാണ്. സോ അങ്ങനെയാണ് ഐ തോട്ട് ഐ വിൽ ബൈ ദിസ്. സോ ഇത് വന്നിട്ട് 30 grams ഓഫ് പ്രോഡക്റ്റ് ആണ്. ദിസ് ഇസ് ഓൾസോ സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്പ്, കംപ്ലീറ്റ്ലി ഓർഗാനിക്. സോ ഇത് വന്നിട്ട് 471 ആണ് ഇതിന്റെ MRP വരുന്നത്. ഞാൻ ഐ തിങ്ക് ആമസോണിൽ എന്തുവാണ് ഞാൻ ഓർഡർ ചെയ്യുന്നത്. ഐ തിങ്ക് ഈ പ്രൈസിനല്ല, ഓഫർ റേഞ്ചിന് തന്നെയാണ് മേടിച്ചത് കേട്ടോ. എല്ലാ പ്രോഡക്ട്സും അങ്ങനെ ഞാൻ മേടിക്കാറുള്ളൂ. അപ്പോൾ നോർമൽ ഇത് തന്നെയാണ്. ആൻഡ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യും. ഒരു നല്ല മൈൽഡ് പ്ലസന്റ് സ്മെല്ലും ആണ് ഇതിന്. സോ യെസ്, സോ അതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് ക്രീം അല്ലെങ്കിൽ മോയ്സ്ചറൈസർ. സോ ഇത് ഞാൻ മേക്കപ്പിന്റെ അണ്ടറിലും അല്ലാണ്ടും യൂസ് ചെയ്യാറുണ്ട്. ദിസ് ഇസ് ഓൾസോ മോയ്സ്ചറൈസർ. ടോണർ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അത് പണ്ട് ഞാൻ റോസ് വാട്ടർ ആയിരുന്നു സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പതഞ്ജലിയുടെ റോസ് വാട്ടർ ആയിരുന്നു, വിച്ച് വാസ് വെരി ചീപ്പ് ആൻഡ് വെരി ബെസ്റ്റ്. പക്ഷെ ഇപ്പോൾ അത് കിട്ടാനേ ഇല്ല. ഓൺലൈനിൽ നോക്കുമ്പോൾ ഭയങ്കര റേറ്റ് ആണ്. കാരണം അത് അല്ലാണ്ട് മേടിക്കണമെങ്കിൽ പണ്ട് 28 രൂപ എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ദെൻ 35 അങ്ങനെ എങ്ങാണ്ടോ ആയി. പക്ഷെ ഇപ്പൊ അത് പതഞ്ജലിയുടെ സ്റ്റോറിൽ പോലും കിട്ടാനില്ല. ബിക്കോസ് ഒരുപാട് സെയിൽ ഇല്ലാത്തതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തു എന്നാണ് അറിയുന്നത്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു റോസ് വാട്ടർ യൂസ് ചെയ്യാൻ. ഞാൻ അതായിരുന്നു ടോണറായിട്ടും എന്താ പറയുക നൈറ്റ് കിടക്കുന്ന സമയത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തിട്ടൊക്കെ ഞാൻ കിടക്കുമായിരുന്നു. ഒരുപാട് സ്കിന്നിന് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. സോ അതില്ലാത്തത് കൊണ്ട് എനിക്ക് ഏതെങ്കിലും അല്ലാത്തൊരു ടോണർ യൂസ് ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വേറെ ഒരു റോസ് വാട്ടർ അല്ലാതെ വേറെ എന്തെങ്കിലും പോകാനും എനിക്ക് എന്തോ പോലെയായിരുന്നു. പക്ഷെ റോസ് വാട്ടർ പതഞ്ജലിയുടെ അല്ലാതെ ബാക്കി എല്ലാ ബ്രാൻഡ്സ് നോക്കുമ്പോഴും ഭയങ്കര പ്രൈസ്. ബ്രാൻഡ്സ് നോക്കി അപ്പോൾ അവസാനം ലൈക്ക് ഐ ഗേവ് അപ്പ്. വേറെ ഇനി ടോണർ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇടയ്ക്ക് മംസ് ആൻഡ് കോയുടെ വിറ്റമിൻ C ടോണർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൊള്ളാം, 100% ഓർഗാനിക് ആണ്, നല്ലതാണ്. പക്ഷെ അത് സ്പ്രേ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം അത് ഫോം വരുന്നുണ്ട് അതിൽ. മറ്റത് ഇറ്റ്സ് ലൈക്ക് ഒരു നോർമൽ ടോണർ എന്ന് പറയുമ്പോഴത്തേക്കും വെള്ളം പോലെ നമ്മൾ സ്പ്രേ ചെയ്തിട്ട് അതങ്ങനെ സ്കിന്നിൽ സെറ്റായി അങ്ങനെ ഇതായിക്കോളും. ഇത് കുറച്ച് ഫേസ് വാഷ് പോലെ ചെറുതായിട്ട് കുറച്ച് ഫോം ഒക്കെ വരും. അത് മേ ബി വിറ്റമിൻ C ആൻഡ് വേറെ ഇൻഗ്രീഡിയൻസ് ഉള്ളതുകൊണ്ടായിരിക്കാം. ആയിരുന്നു. സോ പക്ഷെ അത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതിന് ജസ്റ്റ് എനിക്ക് അതിനേക്കാളും നോർമൽ ഇതായിരുന്നു പ്രിഫർ ചെയ്തിരുന്നത്. സോ അത് തീർന്നപ്പോഴത്തേക്കും വേറെ ഇതുപോലെ എന്ത് ഓർഡർ ചെയ്യാം ഇത് നോക്കാമെന്ന് പറഞ്ഞിരുന്നപ്പോഴത്തേക്കുമാണ് വാഡി ഹെർബൽസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ലാവൻഡർ വാട്ടർ ഞാൻ ആമസോണിൽ ഒക്കെ കണ്ടത്. സോ അങ്ങനെ ഇത് കുറെ സെർച്ച് ഒക്കെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ദിസ് ഇസ് ഓൾസോ 100% ഓർഗാനിക്. അപ്പോൾ ഐ വാസ് ഹാപ്പി. ലാവൻഡർ വാട്ടർ, റോസ് വാട്ടർ ട്രൈ ചെയ്ത് ലാവൻഡർ വാട്ടർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ടാണ് നോക്കിയത്. ആൻഡ് ദിസ് ഇസ് 250 ml ആണ്. And this is pure lavender oil. ഇത് ഫേസ് ആൻഡ് ബോഡി മിസ്റ്റ് ആണ്. ഇറ്റ്സ് ആൽക്കഹോൾ ഫ്രീ ആൻഡ് എവറിത്തിങ്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റീം ഡിസ്റ്റിൽഡ് എക്സ്ട്രാക്ട് ഓഫ് ലാവൻഡർ ഫ്ലവർ ആൻഡ് അക്വ മാത്രമാണ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. സോ ഇറ്റ്സ് പ്യൂർലി ഓർഗാനിക്. ഓൾസോ ഐ ലവ് ഇറ്റ്. ഇത് ഞാൻ ചിലപ്പം ഏറ്റവും മടിയുള്ള ദിവസങ്ങളിൽ ഒന്നും ചെയ്യാൻ തോന്നുന്നു. മോസ്റ്റ്ലി ഞാൻ ചെയ്യുന്ന അങ്ങനെയാട്ടോ. ഒരു പ്രോപ്പർ സ്കിൻ കെയർ റൊട്ടീൻ ആയിട്ടൊക്കെ ചെയ്യുന്നത് വളരെ കുറവാണ്. ലൈക്ക് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ എല്ലാം ഒക്കെ ഇടുന്നത് വളരെ കുറവാണ്. സോ അങ്ങനെ മടിയുള്ളപ്പോൾ മോസ്റ്റ്ലി ഞാൻ രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും ജസ്റ്റ് ഒറ്റ പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്താൽ മതി എന്ന് തോന്നുവാണെങ്കിൽ ഐ വിൽ ഗോ ഫോർ ദിസ്. ഇതാകുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്താൽ മതി. ആൻഡ് ഇത് നല്ലൊരു മൈൽഡ് ഫ്രേഗ്രൻസ് ആണ് കേട്ടോ. ആ ഒരു ലാവൻഡറിന്റെ വളരെ മൈൽഡ് ഫ്രേഗ്രൻസ് ആണ്. ഓൾസോ വെരി ഗുഡ്. ഐ ലവ് ഇറ്റ്. ഇതിന്റെ MRP വന്നിട്ടോ MRP കാണുന്നില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഓർമ്മയുള്ളത് 150, 170 ആ റേഞ്ചിൽ എന്തുവാണ് ഞാൻ മേടിക്കുന്നത്. അണ്ടർ 200 ആയിരുന്നു. ദാറ്റ് ഇസ് ഫോർ ഷുവർ. നൗ വാട്ട് കംസ് ഇസ്
സൺസ്ക്രീൻ ഞാൻ എനിക്ക് തോന്നുന്നു പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, സൺസ്ക്രീൻ സ്പ്രേ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ക്രീം അല്ല. സോ ദിസ് ഇസ് അരോമ മാജിക്കിന്റെ സൺലൈറ്റ് സ്പ്രേ ആണ്. സോ ഇത് ഞാൻ സെപ്പറേറ്റ് വീഡിയോയിൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഇസ് ഓൾസോ ഗുഡ്. ലൈക്ക് നമുക്ക് ഇതിപ്പോ ബോഡിയിലാണെങ്കിലും ഫേസിലാണെങ്കിലും യൂസ് ചെയ്യാൻ ദിസ് ഇസ് വെരി ഗുഡ് ഈവൻ അണ്ടർ മേക്കപ്പ്. സോ ദാറ്റ്സ് വാട്ട് ഐ യൂസ് എസ് സൺസ്ക്രീൻ. ആൻഡ് വാട്ട് ഐ യൂസ് ഇസ് സെറം. ഇത് ഞാൻ ഓർഡറിലല്ല പറയുന്നത്, അതായത് മിക്ക ദിവസവും ഇതെല്ലാം കൂടി യൂസ് ചെയ്യുന്നു അല്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യുന്ന ദിവസം അല്ലെങ്കിൽ മേക്കപ്പ് റൊട്ടീൻ ചെയ്യുന്ന വീഡിയോസിൽ ഞാൻ അതിനെ കുറിച്ച് പറയാം. ലൈക്ക് ഇപ്പൊ ഞാൻ എല്ലാ ദിവസവും ഫേസ് വാഷ് യൂസ് ചെയ്യും, ടോണറും മേ ബി യൂസ് ചെയ്യാം, മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. സൺസ്ക്രീൻ പുറത്ത് പോകുന്നെങ്കിൽ മാത്രമേ സൺസ്ക്രീൻ യൂസ് ചെയ്യത്തുള്ളൂ. ആൻഡ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാത്ത ദിവസം ഞാൻ സെറം യൂസ് ചെയ്യും. സെറം മോസ്റ്റ്ലി നൈറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പുറത്ത് പോകുന്ന ടൈം മോയ്സ്ചറൈസർ ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ആൻഡ് അണ്ടർ മേക്കപ്പ് ഓൾസോ മോയ്സ്ചറൈസർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. വീട്ടിൽ നിൽക്കുന്ന ടൈം ആണെങ്കിൽ മാത്രമേ, ലൈക്ക് വീട്ടിൽ നിന്ന് ഒരിക്കലും ഫംഗ്ഷൻ പോകുന്നെങ്കിൽ മാത്രമേ ഞാൻ സെറം യൂസ് ചെയ്യാറുള്ളൂ. കാരണം സെറം എപ്പോഴും ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത്. സോ ഐ ഡോണ്ട് ക്യാരി ദാറ്റ് ഫോർ ഷൂട്ട്സ് ആൻഡ് ഓൾ. എനിക്ക് പേടിയാണ്, അത് പൊട്ടി അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നു. സോ അങ്ങനെ എല്ലാം ഇങ്ങനെ ഇത് കഴിഞ്ഞ് ഇത് അങ്ങനെ ഒരു ഓർഡറിൽ എല്ലാം ലെയറപ്പ് ചെയ്യണ സ്കിന്നിൽ അങ്ങനെ നോക്കുന്ന ഒരാളും അല്ല ഞാൻ. പക്ഷെ ഇത്രയും സാധനങ്ങൾ ജസ്റ്റ് ബേസിക് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, മോർണിംഗ് നൈറ്റ് അങ്ങനെയൊക്കെ. ഫേസ് സെറമാണ്. സോ ഇത് ഞാൻ മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ബ്രാൻഡാണെന്ന് മറന്നുപോയി കേട്ടോ. ഇയർത്ത് പ്ലം അങ്ങനെ 2-3 ബ്രാൻഡ്സ് ട്രൈ ചെയ്തിട്ടുണ്ട് സെറം. പക്ഷെ ഇപ്പൊ എനിക്ക് ഞാൻ മുന്നേ യൂസ് ചെയ്തതാണ്, എനിക്ക് ഓർമ്മ വരുന്നില്ല. സോ നൗ ഞാൻ യൂസ് ചെയ്യുന്നത് അണ്ടർ റേറ്റഡ് എന്ന് പറയുന്നത് 30 ml. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ ക്വാണ്ടിറ്റി കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, ഇനി ഇത്രയും കൂടെ ഉള്ളൂ. ഇത് ഭയങ്കര അടിപൊളിയാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാൻ യൂസ് ചെയ്ത സെറമാണ്. ഐ ജസ്റ്റ് ലവ് ഇറ്റ്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് കണ്ടാലും മനസ്സിലാവും, ഇറ്റ്സ് പ്യുവർലി ഓർഗാനിക്. സാലിസിലിക് ആസിഡ് ഉണ്ട് 2%. MRP വന്നിട്ട് 350 ആണ്. ബട്ട് ഐ തിങ്ക് അതും എനിക്ക് ഓഫറിന് കിട്ടുകയാണ്. ആൻഡ് ഇത് നൗ ഐ ഹാവ് ബീൻ യൂസിങ് ദിസ് ഫോർ കുറേ മന്ത്സ് ആയി. പക്ഷെ ഇടയ്ക്ക് കുറച്ച് നാൾ ഞാൻ ഈ പറഞ്ഞ വയ്യാണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഞാൻ ഒന്നും യൂസ് ചെയ്യത്തില്ല കേട്ടോ. അതിനുള്ള എനർജി ഒന്നും കാണത്തില്ലല്ലോ. പീരീഡ്സ് ആയിട്ടിരിക്കുന്ന ടൈമോ അല്ലെങ്കിൽ പനിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്തോ എന്തെങ്കിലും അങ്ങനെ വയ്യാണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല. സോ അതുകൊണ്ടാണ് ഈ കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്തത്, കുറേ നാൾ യൂസ് ചെയ്യാതിരുന്നിട്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ആണ്. ഐ ജസ്റ്റ് ലവ് ഇറ്റ്. സോ യെസ്. അപ്പൊ സിറം ഞാൻ മോസ്റ്റ്ലി നൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്, മോർണിംഗ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. പുറത്ത് പോകുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. മോസ്റ്റ്ലി 99% നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് ഇതിട്ടിട്ട് കിടക്കും. മോസ്റ്റ്ലി അങ്ങനെയാണ് ചെയ്യാറ്. ആൻഡ് മോർണിംഗ് റൊട്ടീനിലും അല്ലെങ്കിൽ ഷൂട്ട്സിന് പോകുമ്പോൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. സോ അതാണ്. അപ്പൊ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് വേണമെങ്കിൽ മാത്രം ഞാൻ എന്ത് യൂസ് ചെയ്യുന്നു എന്ന് നിങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് എന്റെ കയ്യിലുള്ള ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്തത്. അതും ഓർഗാനിക് പ്രോഡക്ട്സ് എടുത്ത് ഷെയർ ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങളിത് മേടിക്കണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ സ്റ്റെപ്പ് ഫോളോ ചെയ്യണം അങ്ങനെ ഒന്നും അല്ലാട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ലൈക്ക് വാട്ട് എവർ വർക്ക്സ് ഫോർ യു, യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. ഓക്കെ. But not the least comes lip balm. സോ അതോടുകൂടി നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്ട്സിന്റെ ഇത് തീരുവാണ്. സോ ഇത് എർത്ത് റിതം എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ലിപ് മാസ്ക് ആണ്. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത വേറൊരു കാര്യം ഇതിന്റെ സ്മെല്ലായിരുന്നു. ഒരു വല്ലാത്തൊരു കൈൻഡ് ഓഫ് സ്മെല്ലാണ്. ബട്ട് പോകെ യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ആവും കേട്ടോ. ആൻഡ് ഇത് 10 ml ആണ്. ഇതിന്റെ പ്രൈസ് ഐ തിങ്ക് ഇതിന്റെ ഔട്ടർ പാക്കേജിംഗിലായിരുന്നു, ഐ ഗസ്. കാണുന്നില്ല. ആൻഡ് ഇതും ഇപ്പൊ എനിക്ക് തോന്നുന്നു തീരാറായി, കുറച്ചെങ്ങാണ്ടോ ഇനി കാണത്തുള്ളൂ. സോ ടൈം ടു ഡിസ്പോസ് ആൻഡ് ബൈ അതർ വൺ. ഇത് ബീട്രൂട്ട് എക്സ്ട്രാക്ട് ആൻഡ് പോമഗ്രാനേറ്റ് ഫ്ലവർ ഇൻഗ്രീഡിയൻസ് ആയിട്ടൊക്കെ ഉള്ളതാണ് കേട്ടോ. ദിസ് ഇസ് ഓൾസോ 100% ഓർഗാനിക് പ്രോഡക്റ്റ്. ഇതിന്റെ കൺസിസ്റ്റൻസി വേണമെങ്കിൽ ഞാൻ കാണിച്ചു. ഇത് ചിലവര് ഞാൻ കണ്ടു ലിപ് ബാം ഇതുപോലെ യൂസ് ചെയ്തിട്ട് ബാക്കി വരുന്ന പ്രോഡക്റ്റ് ഈ കൈയുടെ മുട്ടിൽ ഒക്കെ തേക്കുന്നത് ഞാനും അത് പരീക്ഷിച്ചു. സോ ഇതിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, ക്യാമറയിൽ എത്രത്തോളം വിസിബിൾ ആണെന്ന് അറിയില്ല. കണ്ട ചെറിയ ഒരു ലൈറ്റ് പിങ്കിഷ് ഷെയ്ഡാണ്. വെരി 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 ഹൈഡ്രേറ്റിംഗ്. ലിപ്സിന് ഒരു ഗ്ലോസി ഷൈനി എഫക്റ്റും തരും കേട്ടോ. ഇറ്റ്സ് വെരി ഹൈഡ്രേറ്റിംഗ്. സോ യെസ്, എന്റെ സ്മെല്ല് മാത്രം എനിക്ക് എത്ര ഇഷ്ടമല്ല. സോ യെസ്, ദാറ്റ് വാസ് ദാറ്റ്. അപ്പൊ അതൊക്കെയായിരുന്നു മൈ സ്കിൻ കെയർ പ്രോഡക്ട്സ് എന്ന് പറയാനുള്ളത്. സോ യെസ്, ബേസിക് റൊട്ടീൻ ആയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു ഫേസ് വാഷ്, ഒരു ഫേസ് സെറം, ഒരു മോയ്സ്ചറൈസർ, ലിപ് ബാം, സൺസ്ക്രീൻ, ഇത്ര തന്നെയാണുള്ളത്. സോ അതിലും ഞാൻ ഈ പറഞ്ഞ പോലെ ഷൂട്ടിന് പോകുന്ന ടൈം മോയ്സ്ചറൈസർ മാത്രമേ ഞാൻ കൊണ്ടുപോകാറുള്ളൂ. ടോണറോ അല്ലെങ്കിൽ ടോണർ ചിലപ്പോൾ ഞാൻ വീട്ടിൽ ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് ഞാൻ പോകും. ആൻഡ് അവിടെ പോയിട്ട് ആയിരിക്കും മേക്കപ്പ് ചെയ്യുന്നത്. മോസ്റ്റ്ലി SKGയിൽ ഞാൻ അങ്ങനെയാണ്. പക്ഷേ ടോം ആൻഡ് ജെസ്സിൽ എനിക്ക് ഞാൻ ഇടയ്ക്ക് വീട്ടിൽ വെച്ച് തന്നെ മേക്കപ്പ് ചെയ്തിട്ട് പോയി. കാരണം അവിടെ ചെന്നിട്ട് ചിലപ്പോൾ ടൈം കിട്ടുമോ എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് മറ്റത് ഞാൻ കുറച്ചുകൂടെ നേരത്തെയൊക്കെ പോയി സെറ്റിൽ ആയി. ഐ നോ ലൈക്ക് എത്ര ടൈം എങ്ങനെ ചെയ്യണം ഇതൊക്കെ നമുക്ക് യൂസ്ഡ് ആണ്. പക്ഷെ മറ്റിടത്ത് നമുക്ക് ഷെഡ്യൂളോ കാര്യമൊന്നും നമുക്ക് നേരത്തെ അറിയാൻ പറ്റില്ല. സോ ചെന്ന ഉടനെ ചിലപ്പോൾ നമ്മുടെ സീൻ വരാം
ചിലപ്പോൾ കുറെ നേരം കഴിഞ്ഞിട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ മേക്കപ്പ് ആയിട്ട് റിസ്ക് എടുക്കാൻ നിൽക്കാണ്ട് ആക്ച്വലി അവിടെ മേക്കപ്പ് മാൻ ഉണ്ട് കേട്ടോ, ബാബു ചേട്ടൻ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്, പുള്ളിയാണ് മേക്കപ്പ് ചെയ്തു തരുന്നത്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ യൂസ് ചെയ്ത് പ്രോഡക്ട്സ് അതും ഹൈ എൻഡ് ബ്രാൻഡ്സ് ഒക്കെ തന്നെയാണ് പുള്ളി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എന്നാലും എനിക്കത് എല്ലാ സ്കിന്നും ഒരുപോലെ അല്ലല്ലോ. സോ അതുകൊണ്ട് പ്രീവിയസ് ടൈം തൊട്ട് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ചെയ്യാം എന്നുള്ളത്. പക്ഷെ പുറത്ത് നമ്മൾ സീരിയലിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുമ്പോൾ ചില ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ചില ആൾക്കാർ അതിന് സമ്മതിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മൾ അത്രയും പ്രൊഫഷണൽ പ്രോഡക്ട്സ് ഒക്കെ വെച്ച് ചെയ്യാനും പഠിക്കണം. ബിക്കോസ് സീരിയലിലെ ക്യാമറയിൽ കാണുന്ന മേക്കപ്പ് ലുക്ക് വിൽ ബി ഭയങ്കര ഡിഫറെന്റ് ആണ്. സോ എല്ലാവരും ഒരുപോലെയൊക്കെ ഇരുന്നില്ലെങ്കിൽ ഭയങ്കര വിയേർഡ് ആയിരിക്കും. സോ അവർ ഡെർമാ കളർ എന്ന് പറയുന്ന സാധനമായിരിക്കും യൂസ് ചെയ്യുന്ന മേക്കപ്പിന് പകരം. നമുക്ക് അത് അത്രത്തോളം കോസ്റ്റ്ലി ആൻഡ് നമുക്ക് അതിന്റെ ആവശ്യമില്ല അത് മേടിച്ചൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് ഞാൻ ഇതിലുള്ള വളരെ നോർമൽ പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ അത് നമുക്ക് മേക്കപ്പ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. So yes, that was that about our skincare product. Okay, one more product I will show you. അത് വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ പിമ്പിൾസ് കാര്യങ്ങൾ വരുന്നുണ്ട്, എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ അത് ഓരോ ടൈം ഓരോന്ന് യൂസ് ചെയ്തോ. ഇപ്പൊ കറന്റ്ലി ഐ ആം യൂസിങ് ദീസ് ടു. സോ വൺ ഇസ് കസ്തൂരി മഞ്ഞൾ ആൻഡ് വൺ ഇസ് ലെമൺ. സോ ഇത് രണ്ടുമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്ന എസെൻഷ്യൽ ഓയിൽസ്. ഇത് ശരിക്കും നമ്മൾ ഒന്നുകിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും പ്രോഡക്റ്റിന്റെ കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെള്ളത്തിന്റെ കൂടെ ഡൈല്യൂട്ട് ചെയ്തോ വേറെ ഏതെങ്കിലും ഓയിലിന്റെ കൂടെ മിക്സ് ചെയ്തോ വേണം യൂസ് ചെയ്യാൻ. ഡയറക്റ്റ് ആയിട്ട് എടുത്ത് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഞാൻ പക്ഷേ ചില സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നത്, ബിക്കോസ് സ്കിന്ന് ഭയങ്കരമായിട്ട് ബേൺ ആവും. അത് എസെൻഷ്യൽ ഓയിൽ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണ്. സോ ഡൈല്യൂട്ട് ചെയ്ത് തന്നെ യൂസ് ചെയ്യണം. സോ ഞാൻ ടീ ട്രീ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്, ഓറഞ്ച് ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നൗ ഐ എം യൂസിങ് ലെമൺ ആൻഡ് മഞ്ഞൾ ടെർമറിക് ഓയിൽ. സോ അത് ഇതിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. സോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ടീ ട്രീ ഓയിലൊക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് മാറ്റം ചെയ്തിട്ടുണ്ട്. സോ ഇതും ഞാൻ നൈറ്റ് ആയിരിക്കും ഓൾമോസ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ യാ, അപ്പോൾ അഗെയിൻ ദാറ്റ് വാസ് ദാറ്റ്. സോ അതൊക്കെയായിരുന്നു സ്കിൻ കെയർ പ്രോഡക്ട്സ്. സോ ഇനി നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസ് ആണ് കാണേണ്ടത് എന്നുള്ളത് കമന്റ്സിൽ പറയാം. ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാം. ഇതിന്റെ നമുക്ക് റൊട്ടീൻ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് വീഡിയോ സെഷൻസ് വരുന്നുണ്ട്. 1 by 1 നമുക്ക് ചെയ്യാം. യെസ്, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്ര ലോങ് ആയിട്ട് നിങ്ങൾ ഇതുവരെ വീഡിയോ കണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. സോ യെസ്, കീപ് ഷോയിങ് യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ നമുക്ക് മറ്റു വീഡിയോസ് ആയിട്ട് കാണാം. ബൈ.